ഹലോ ഗൈസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെലഗ്രാമിലെ നോട്ടിഫിക്കേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കൃത്യമായിട്ട് സിഗ്നൽസ് എടുക്കാൻ പറ്റുന്നില്ല, കറക്റ്റായിട്ട് നമ്മൾ സിഗ്നൽസ് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതിനായി നമുക്ക് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സൈഡിലൊരു 3 ഡോട്ട് വന്നിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മ്യൂട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വരും, അതിൽ കസ്റ്റമൈസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. കസ്റ്റമൈസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമ്മളിവിടെ സൗണ്ട് എന്ന ഓപ്ഷൻ വരും. ഇവിടെ സൗണ്ട്, ആ സൗണ്ടിൽ ഇവിടെ നോ സൗണ്ടാണ് കാണിക്കണേ. അവിടെ നമ്മൾ കുറച്ച് സൗണ്ട്സുകൾ ഇവിടെ ഉണ്ട്, ഡിഫാൾട്ടായിട്ട് തന്നെ സൗണ്ട്സ് തന്നെ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് നിങ്ങളെ കൺവീനിയൻസ് അനുസരിച്ച് കുറേ സൗണ്ടുകളുണ്ട് ക്യാച്ച് ചെയ്യണ, നിങ്ങൾക്ക് ഒരു മൈൻഡ് സെറ്റിന് ക്ലിയറായ സൗണ്ട് വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ബാക്ക് അടിക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വൈബ്രേറ്റിൻ്റെ ഇവിടെ ഡിഫാൾട്ടാണ് കാണിക്കുക നിങ്ങളുടെ അതിലും. അപ്പോൾ നമ്മളത് നേരെ പോയിട്ട് ലോങ് കൊടുക്കുക. ലോങ് കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് പ്ലസ് വൈബ്രേഷൻ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി സിഗ്നൽസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ വരുന്നത് പ്രയോറിറ്റി എന്ന ഓപ്ഷനാണ്. ആ പ്രയോറിറ്റിയിൽ സെയിം ആസ് ഇൻ സെറ്റിങ്സാണ് ഇവിടെ എഴുതിയില്ല. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അർജൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിൽ ലോ, മീഡിയം, ഹൈ, അർജൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ സെറ്റിങ്സ് വരുന്നത്. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് ഒരു കാര്യം കൂടി നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ്സ് പിൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ്സൊക്കെ മുകളിൽ വരും, അല്ലെങ്കിൽ വേറെ കുറേ ഗ്രൂപ്പിൻ്റെ മെസ്സേജ് വന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ അത് താഴോട്ട് പോകുന്നൊരു സ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് പിൻ ചെയ്ത് വെക്കാൻ പറ്റും ഗ്രൂപ്പ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിലൊരു ഐക്കൺ വരും, പിൻ അൺപിൻ പറഞ്ഞിട്ട്. പിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പിൻ ചെയ്യുന്ന കാണിത്തരാം. പിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ മുകളിലെ ഗ്രൂപ്പ്സ് അവിടെ ഉണ്ടാവും. പിന്നെ വേറെ മെസ്സേജ് കാര്യങ്ങളൊക്കെ ഒന്ന് വന്നാലും അടിക്ക് പോകാത്ത രീതിയിൽ സെറ്റാക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സിഗ്നൽസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപെക്സിൻ്റെ സ്റ്റാൻഡേർഡ് പ്രീമിയം ഗ്രൂപ്പുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം കോർപെക്സ് സ്റ്റാൻഡേർഡ് ഗ്രൂപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫ്രീ എൻട്രിയാണ് അതിൽ വരുന്നത്. രജിസ്റ്റർ വിത്ത് അവർ പാർട്ണർ എക്സ്ചേഞ്ച് എക്സ്നെസ്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആക്സസ് ഫ്രീ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി എക്സ്നെസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ IB ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആക്സസ് നേടാവുന്നതാണ്. അതിൽ നമ്മുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. 1700 പിപ്പ് മന്ത്ലി നമുക്ക് അതിൽ പ്രതീക്ഷിക്കാം. ലൈഫ് ടൈം ആക്സസ് ആണ് വരുന്നത്. അതിൽ ഡെയിലി 1 to 3 സിഗ്നൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ന്യൂസ് അപ്ഡേറ്റ് ഉണ്ടാവും, മാർക്കറ്റ് അപ്ഡേറ്റ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമുക്ക് കോർപെക്സിൻ്റെ പ്രീമിയം പ്ലാനിലേക്ക് പോവാം. 1 month പ്രീമിയം പ്ലാന് $29 ആണ് പെർ മന്ത് വരുന്നത്. അതിൽ നമുക്ക് 3000 പിപ്പ് മന്ത്ലി നമുക്ക് പ്രതീക്ഷിക്കാം. ട്രേഡിംഗ് സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ 1 month ആക്സസ് ഉണ്ടാവും. 1 to 5 ഡെയിലി സിഗ്നൽസ് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യും. ന്യൂസ് അപ്ഡേറ്റ് ഉണ്ടാവും, മാർക്കറ്റ് അപ്ഡേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രീമിയം പ്ലാനിൻ്റെ 3 month പ്ലാന് അവൈലബിൾ ആണ്. $79 ആണ് അത് വരുന്നത്. 3 month ആയിരിക്കും ആക്സസ്. അതിലെ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 3000 പിപ്സ് മന്ത്ലി നമുക്ക് അതിൽ പ്രതീക്ഷിക്കാം. ട്രേഡിംഗ് സപ്പോർട്ട് ഉണ്ടാവും. 3 month ആക്സസ് ആണ്. 1 to 5 സിഗ്നൽസ് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യും. ന്യൂസ് അപ്ഡേറ്റ് ഉണ്ടാവും, മാർക്കറ്റ് അപ്ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ പ്ലാനുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.